അമ്പിളി, മോളെ. കുഞ്ഞുങ്ങൾ ഉറങ്ങിയോ മോളെ? ആർഷമോളും ഭദ്രമോളും പാല് കുടിച്ച് ഉറങ്ങിയച്ചാ. ലച്ചുമോള് അവരെ നടത്താതെ അവിടെ ഇരുന്ന് കളിച്ചോളും. അച്ഛൻ വേണമെങ്കിൽ കടയിലേക്ക് പോയിക്കോ. കടയിലേക്ക് ഇപ്പൊ പോയാ കുറച്ച് സമയം എടുക്കും വരാൻ. കുറെ അധികം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ പച്ചമരുന്നുകളും വാങ്ങിക്കാനുണ്ടല്ലോ. തൽക്കാലം അത്യാവശ്യം വേണ്ടത് മാത്രം വാങ്ങിച്ചാ മതി അച്ഛാ. ബാക്കി നാളെ വാങ്ങിക്കാലോ. ദയം കൂടി ഇങ്ങോട്ട് വന്നാ ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരാളും കൂടി ആവൂല്ലോ. അപ്പൊ എനിക്ക് ധൈര്യത്തിൽ പോവുകയും ചെയ്യാം. അനു അവിടെ എത്തിക്കാണോ അച്ഛാ? അച്ഛൻ വിളിച്ചിരുന്നോ? ഇല്ല, ഞാൻ വിളിച്ചില്ല. എത്തിക്കാണില്ല. ബസ്സിനല്ലേ പോയിരിക്കുന്നത്. അവൾ അവിടെ എത്തിയ ഉടനെ തന്നെ എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛനെന്ന് പോയിട്ട് വരാം അമ്പിളി. ശരി അച്ഛാ. ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി ശരി. അച്ഛാ, എന്താ ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാതെ? ഈ ഒരു സമയത്ത് മാഷ് എന്തായാലും വീട്ടിൽ തന്നെ കാണുമെന്നറിയാം. പിന്നെ ചീരുവിനും കുഞ്ഞിനും വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങള് അതാത് സമയത്ത് തന്നെ ചെയ്യണ്ടേ മാഷേ? പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി പെണ്ണിന്റെ വീട്ടിൽ പണവും കൊണ്ട് വരുന്നൊരു ചടങ്ങുണ്ടല്ലോ, അതിനാ ഞങ്ങള് വന്നേ. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ലതികെ? ഹോസ്പിറ്റലില് ഞാൻ പറയാതെ തന്നെ വിനയൻ 1.5 ലക്ഷം രൂപയോളം ചെലവാക്കിയിട്ടുണ്ട്. അതിന്റെ പുറമെ ഇതും എല്ലാം എന്റെ ഭാര്യക്കും കുഞ്ഞിനും വേണ്ടിയല്ലേ അച്ഛാ. എന്റെ മോന്റെ ഭാഗ്യം കൊണ്ട് എല്ലാം അഭിമാനത്തോടെ ചെയ്യാനുള്ള വരുമാനം എനിക്കുണ്ടായല്ലോ, അത് മതി. എല്ലാരും വാ, അകത്തേക്ക് വാ. രഘുവേട്ടനില്ലേ അമ്പിളി ചേച്ചി? ഇല്ല, രഘുവേട്ടൻ ഇന്നലെ തന്നെ കമ്പനിയിലേക്ക് പോയി. ആദ്യം ഞങ്ങള് മോനെ ചീരുവിനൊന്ന് കാണട്ടാച്ചാ. അമ്മ വാ. ചിരു, അവരൊക്കെ വന്നിട്ടുണ്ട്. ചിരു, സുഖാലോ നിനക്ക്? നമ്മുടെ മോനോടെ? ആഹാ, തൊട്ടിൽ കിടന്ന് ഉറക്കമാണോടാ? ഐ അല്ലല്ലോ, മോനെ അച്ഛൻ വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു അല്ലേ? മോളെ ചീരു, യാത്ര ചെയ്തു വന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും മോൾക്കില്ലല്ലോ? ഇല്ല അമ്മ, ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോനെ വേണ്ട ചീരു, നിന്നെ മോനെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അപ്പുറത്ത് മാഷിന്റെ അടുത്ത് പോയിരുന്നോളാം. അച്ഛന്റെ മോനെ, അച്ഛനെ മോൻ കാത്തിരിക്കുവായിരുന്നോ? അതിന് ഇവനൊന്ന് മാറിയാലേ കാണാൻ പറ്റൂ. കളിക്കണേ നമുക്ക്. എടാ, ഞങ്ങളും കൂടി ഒന്ന് കാണട്ടടാ മോനെ. വന്ന് കണ്ടോ? അല്ലെങ്കിൽ വേണ്ട, എന്റെ മോനെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. വിനയം സൂക്ഷിച്ചെടുക്കണേ. ചേച്ചി എടുത്താ മതി. ഒരു കുഴപ്പമില്ല, എന്റെ മോനെ ഞാൻ എടുത്തോളാം. അല്ലടാ? മാമ ദാ എന്റെ മോനെ നോക്കിയേ. മോനെ ചിരിച്ചേ. അമ്മേ അമ്മേ ദാ വാവേ, ചിരിക്കടാ. എന്താ ചിരിക്കാൻ കുറച്ച് മടിയാ, വലിയ ഗൗരവക്കാരനാണെന്ന് തോന്നുന്നു. വിനയന്റെ അല്ലേ മാമാ മോൻ? ഗൗരവം ഒട്ടും കുറയില്ല. അല്ലടാ, നീ ഒട്ടും ചിരിക്കണ്ട കേട്ടോ. നീ ഈ പൊന്നുമോൻ ഇങ്ങ് താടാ വിനയ. ഇവന്റെ മുത്തശ്ശി ഇവനൊന്ന് എടുക്കട്ടെ. ശരി മോനെ, ദാ മുത്തശ്ശിയുടെ അടുത്ത് പൊക്കോ. അയ്യോ, വേണ്ട 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 വേണ്ട. കരയില്ലടാ. മോന്റെ കഴുത്ത് സ്വർണ്ണമാല ഉണ്ടായിരുന്നോ? കരയല്ലേ. ഇതാരാ ഇട്ടത്? ഇട്ടുകൊടുത്തത് ഞാനാ. സച്ചി സാറും ഭാര്യയും വന്നപ്പോ മോനെ കൊണ്ടുവന്നതാ. ഓ, വേണ്ടപ്പെട്ടവരൊക്കെ വന്നു തുടങ്ങിയല്ലേ? മോളെ, ഇപ്പോഴേ സ്വർണ്ണ അണിയണ്ടായിരുന്നു. കുറച്ചു ദിവസമെങ്കിലും ആകാതെ ഇട്ടാ ചിലപ്പോ മോന്റെ ദേഹത്ത് പോറല് വീഴും. ഇതുവരെ അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മ. നമ്മളും മോനെ എടുക്കുമ്പോ സൂക്ഷിച്ചാ മതി. എന്നാലും മോൻ ആദ്യമായിട്ട് ആരാണ്ടോ കൊടുത്ത സ്വർണ്ണം ഒന്ന് അണിയിക്കണ്ടായിരുന്നു. ആദ്യം അച്ഛനല്ലേ കുഞ്ഞിന് സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നത്.
അതൊക്കെ പണ്ടത്തെ ഓരോ ചടങ്ങുകളാ വിനയ. എന്താടാ ചക്കര? ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അത് ശരി. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പണ്ടത്തെ ചടങ്ങൊന്നും വിശ്വാസമില്ലേ? പോയല്ല, ഇതൊന്നും നല്ല വീട്ടിൽ നിന്ന് പറഞ്ഞത്. ഇപ്പൊ സ്വർണത്തിന് വില കൂടിയോണ്ട് ആര് കൊടുത്താലും വാങ്ങി ഇടാന്നാണോ? ഒന്ന് കളയടാ. സച്ചി സാറ് ഞങ്ങൾക്ക് അന്യനല്ല വിനയ. ഈ കുടുംബത്തിൽ എന്ത് വിശേഷം ഉണ്ടായാലും ആദ്യം എത്തുന്നതും സമ്മാനം തരുന്നതും സച്ചി സാറും സാവിത്രിയേന്റെയാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഐശ്വര്യമേ ഉണ്ടായിട്ടുള്ളൂ. സമ്മാനം വാങ്ങിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല നമ്മൾ ചേച്ചി. അത് അണിയിക്കുന്നത് അച്ഛൻ കൊണ്ടുവന്ന ആ സ്വർണ്ണം അണിയിച്ചതിന് ശേഷം മതിയായിരുന്നു എന്നാ പറഞ്ഞത്. എന്തായാലും അണിഞ്ഞു പോയില്ലേ വിനയ, ഇനി തർക്കം വേണ്ട. നമ്മൾ കൊണ്ടുവന്ന മോതിരം വിരലിൽ അണിയിച്ചു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ആ, ഇനിയിപ്പോ അതല്ല ചെയ്യാൻ പറ്റൂ. കരയല്ലേ വാവേ? വേണ്ട 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 വേണ്ട. ഓ ഓ. അല്ലച്ചാ, അച്ഛനും ഈ പാരമ്പര്യത്തിലും ആചാരത്തിലൊന്നും വിശ്വാസം ഇല്ലാതായോ? ഒന്നുമില്ലേലും ഈ കുടുംബത്തില് വീണ്ടും ഒരു ആൺകുഞ്ഞ് ജനിച്ചതല്ലേ? അത് വിചാരിച്ചെങ്കിലും ആചാരപ്രകാരം എല്ലാം ചെയ്യാമായിരുന്നു. ആൺകുഞ്ഞായതുകൊണ്ട് പ്രത്യേക ആചാര സംരക്ഷണമൊന്നും ഇല്ല വിനയ. എനിക്ക് കുഞ്ഞുങ്ങളെല്ലാം ഒരുപോലെ തന്നെയാ. അല്ല, ഇവിടെ ഇപ്പൊ എന്താ ആചാരം തെറ്റിയത് പറ. മോൻ അണിയിക്കാനുള്ള സ്വർണ്ണ മോതിരം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുമ്പ് സച്ചി സാറ് കൊണ്ടുവന്ന ആഭരണം എന്തിനാ എന്റെ മോന്റെ കഴുത്തിലിട്ടത്? എന്റെ മാഷേ, ഇവൻ എല്ലില്ലാത്ത നാക്കുകൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയാ. മാഷ് ഇതിനൊന്നും കാതു കൊടുക്കണ്ട. എടാ, സൂചി കുത്താൻ ഇടം തന്നിടത്ത് നിനക്കുള്ള ഭാരം നീ തന്നെ കൊണ്ടേ വയ്ക്കല്ലടാ. ഞാൻ നിർത്തി മാമ. ആ, എനിക്ക് തന്നെ എന്റെ മോന് ആദ്യം സ്വർണ്ണം അണിയിക്കണമെന്നുണ്ടായിരുന്നു. അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. നിന്റെ മോനെ വന്ന് കാണാനുള്ള ഭാഗ്യം നിനക്കുണ്ടായല്ലോ. നിന്റെ വായടയ്ക്ക് ഒരിടത്ത് മിണ്ടാതിരിക്കും. അച്ഛനൊന്നും തോന്നരുത്. ഒരുപാട് കഷ്ടപ്പെട്ടാ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതൊന്നും ആഗ്രഹിച്ച രീതിയിൽ നടക്കാതാകുമ്പോഴുള്ള വിഷമം കൊണ്ടാ ഞാൻ ഓരോന്നും പറഞ്ഞു പോകുന്നത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. നീ ഇരിക്കേ. അമ്പിളി, നീ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക്. ശരി അച്ഛൻ. ഇവിടെ പോയി എല്ലാ കാര്യങ്ങൾക്കും അമ്പിളി ചേച്ചിയേ ഉള്ളൂ അല്ലേ? അനുപമ തിരിച്ചു പോയോ? ആ, അവൾക്ക് ഉടനെ പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ശബരി ദയം കുട്ടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാ. ഇതുവരെ അവരെ കണ്ടതുമില്ല. ദയ വന്നിട്ട് എന്താച്ചാ, അവള് വല്ല ജോലിയും ചെയ്യും. സ്വന്തം കുഞ്ഞിനെ പോലും മര്യാദക്ക് നോക്കാത്തവളാ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ പ്രസവ ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോ അതിന് പരിചയം പക്വതൊക്കെ ഉള്ള ആള് വേണ്ടേ? അതാ ഞാൻ അച്ഛനോട് ആദ്യമേ പറഞ്ഞത് ചീരുവിനെയും മോനെയും എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോവാം. അപ്പോ നിനക്ക് ആചാരവും നാട്ടുനടപ്പും ഒന്നും പ്രശ്നമല്ല അല്ലേ? പ്രസവം കഴിഞ്ഞ ഉടനെ എന്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇല്ലാണ്ടാവണം വിനയ. എന്റെ 4 മക്കള് പ്രസവിച്ചപ്പോഴും ഇവിടെ തന്നെയാ പ്രസവ ശുശ്രൂഷ നടന്നത്. അവർക്കോ അവരുടെ കുഞ്ഞുങ്ങൾക്കോ അതിന്റെ പേരിൽ ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല. അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അച്ഛാ. അച്ഛനെ കൂടുതൽ കഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ.